വിശദമായ വാർത്തകളിലേക്ക്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നത് അനിശ്ചിതത്വത്തിൽ. രാഹുൽ മത്സരിക്കുമെന്ന കേരള നേതാക്കളുടെ പ്രചാരണത്തിനെതിരെ പി.സി. ചാക്കോ രംഗത്തെത്തി. വസ്തുതാപരമല്ല നേതാക്കളുടെ പ്രസ്താവനയെന്ന് പി.സി. ചാക്കോ വിമർശിച്ചു. ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കേരളത്തിൽ സീറ്റ് വീതം വെപ്പ് നടന്നതെന്നും ദില്ലിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പി.സി. ചാക്കോ കുറ്റപ്പെടുത്തി. അതിനിടെ കോൺഗ്രസ് പുറത്തുവിട്ട 9ാമത്തെ സ്ഥാനാർത്ഥി പട്ടികയിലും കേരളമില്ല. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വലിയ കലാപങ്ങൾക്കാണ് കോൺഗ്രസിൽ തുടക്കമിട്ടിരിക്കുന്നത്. എഐ ഗ്രൂപ്പ് തർക്കത്തെ തുടർന്ന് രാഹുലിന്റെ പേര് വലിച്ചിഴച്ചുവെന്ന് ഹൈക്കമാൻഡ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. ബി.ജെ.പിയെ പേടിച്ച് ഓടുകയാണെന്ന വിമർശനവും ശക്തമായി. ഇതോടെ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം അനിശ്ചിതത്വത്തിലായി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് സമ്മതിച്ചതായി പറയുന്ന രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി എന്നിവരെ ലക്ഷ്യം വെച്ച് വിമർശനവുമായി പി.സി. ചാക്കോ രംഗത്തെത്തി. നേതാക്കൾ പറയുന്നത് വസ്തുതാപരമല്ലെന്ന് ജനറൽ സെക്രട്ടറി ചുമതലയുള്ള പി.സി. ചാക്കോ കുറ്റപ്പെടുത്തി. രാഹുലിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കണമായിരുന്നുവെന്നും പി.സി. ചാക്കോ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഞങ്ങളോട് വാക്ക് പറഞ്ഞു, അല്ലെ രാഹുൽ ഗാന്ധി പോസിറ്റീവായിട്ട് പ്രതികരിച്ചു എന്നൊക്കെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നത് ശരിയല്ല. അങ്ങനെ പറയാൻ പാടില്ല. കാരണം രാഹുൽ ഗാന്ധി അക്കാര്യത്തിലൊരു തീരുമാനം എടുക്കണം. ഒന്നിൽ അദ്ദേഹം സ്വയം തീരുമാനിക്കും, അതല്ലെങ്കിൽ ആ തീരുമാനം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തക സമിതിക്ക് വിട്ടുവെന്ന് വരാം. രാഹുൽ ഗാന്ധി തീരുമാനിച്ചു അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി അനുകൂലമായി പ്രതികരിച്ചു എന്ന വ്യാജേന ഒരു അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥി നിർണയത്തിലെ ഗ്രൂപ്പ് തർക്കങ്ങൾക്കെതിരെയും ചാക്കോ ആഞ്ഞടിച്ചു. പങ്കുവയ്പ് രാഷ്ട്രീയം നിർഭാഗ്യകരമാണ്. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ച നടന്നത് അപക്വമായ രീതിയിൽ. നേതാക്കൾ സങ്കുചിത താല്പര്യത്തിനപ്പുറം പോകുന്നില്ലെന്നും ചാക്കോ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം നടത്തുന്നത് പക്വമായൊരു നിലയിലാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കേരളത്തിലെ 2 പ്രബലമായ ഗ്രൂപ്പുകളുണ്ട്. ആ ഗ്രൂപ്പുകൾ തമ്മിൽ സീറ്റുകൾ പങ്കുവെക്കുക എന്നതാണ് കേരളത്തിൽ നടക്കുന്ന ചർച്ചകളുടെ അടിസ്ഥാനം. പരസ്പരം എല്ലാ സ്ഥാനമാനങ്ങളും, പാർട്ടി സ്ഥാനങ്ങളാണെങ്കിലും നിയമസഭാ പാർലമെൻറ്റ് സീറ്റുകളാണെങ്കിലും എല്ലാം പരസ്പരം പങ്കുവെച്ച് പോകുന്ന ഒരു സ്ഥിതി നിർഭാഗ്യവശാൽ അവിടെ ഉണ്ട്. വളരെ പരിചയസമ്പന്നരായ നേതാക്കന്മാർ കേരളത്തിലുണ്ടെങ്കിലും അവർക്ക് ഈ സങ്കുചിതമായ ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഗ്രൂപ്പ് തർക്കവും വിമർശനങ്ങളും ശക്തമായതോടെ ഹൈക്കമാൻഡ് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ആശങ്കയിലാണ്. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതിയിൽ തീരുമാനമെടുക്കാനാണ് ശ്രമം. ന്യൂസ് ബ്യൂറോ, ദില്ലി. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട ആശയക്കുഴപ്പം തുടരുന്നു. കെ.പി.സി.സി. പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ന് നടത്താനിരുന്ന വാർത്താ സമ്മേളനം റദ്ദാക്കി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന് വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് സൂചന. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ഇന്നും തീരുമാനമായില്ല. ഇന്നലെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളാണ് രാഹുലിന്റെ വടകരയിലെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് മാധ്യമങ്ങളെ അറിയിച്ചത്. മറ്റു കാര്യങ്ങൾ ഇന്ന് രാവിലെ വാർത്താ സമ്മേളനം നടത്തി വിശദീകരിക്കുമെന്ന് കെ.പി.സി.സി. പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ അറിയിക്കുകയും ചെയ്തതാണ്. പക്ഷേ മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കി. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിലാണ് മുല്ലപ്പള്ളി വാർത്താ സമ്മേളനം റദ്ദാക്കിയത്. രാഹുലിന്റെ വരവ് സംബന്ധിച്ച് സംസ്ഥാന നേതൃത്വത്തിന് കൂടുതൽ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് മുല്ലപ്പള്ളിയുടെ അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന. ബി.ജെ.പിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ മത്സരിക്കാതെ ഒളിച്ചോടുകയാണെന്ന വിമർശനം ഉയർന്നതോടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ പുനരാലോചന നടത്തിയേക്കുമെന്നും സൂചനയുണ്ട്. നാളെ നടക്കുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ നൽകുന്ന വിശദീകരണം. വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും അവതാളത്തിലായിരിക്കുകയാണ്. ഇന്നലെ കൊട്ടിഘോഷിച്ച കോൺഗ്രസ് നേതാക്കളൊന്നും തന്നെ ഇന്ന് മിണ്ടാട്ടമില്ലാതെ കഴിയുന്നു. കോഴിക്കോട് നിന്നും പി.വി. കുട്ടൻ. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്ന കാര്യത്തിൽ ചെന്നിത്തല റിവേഴ്സ് ഗിയറിലേക്ക്. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നതാണ് തങ്ങളുടെ ആഗ്രഹം. അദ്ദേഹം മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടിയൊന്നും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു. വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച കോൺഗ്രസ് നേതാക്കൾ ഓരോരുത്തരായി പതിയെ സ്വരം മാറ്റുന്നു എന്നതിന്റെ സൂചനയാണ് ഇന്ന് പുറത്തുവരുന്നത്. മുല്ലപ്പള്ളി വാർത്താസമ്മേളനം റദ്ദാക്കി നാണക്കേട് ഒഴിവാക്കിയപ്പോൾ ഉമ്മൻചാണ്ടി ചോദ്യങ്ങളിൽ നിന്നും ഓടിയൊളിച്ച് തടി രക്ഷപ്പെടുത്തി. എന്നാൽ മാധ്യമങ്ങളെ കണ്ട ചെന്നിത്തലയ്ക്ക് ഇന്നലത്തെ ആത്മവിശ്വാസം ഇല്ലായിരുന്നു. രാഹുൽ ഗാന്ധി മത്സരിക്കുമോ എന്നത് തനിക്ക് പറയാൻ കഴിയില്ലെന്ന് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. രാഹുൽ ഗാന്ധി മത്സരിക്കണമെന്നതാണ് തങ്ങളുടെ എല്ലാം ആഗ്രഹം. നാളെ ചേരുന്ന തെരഞ്ഞെടുപ്പ് സമിതി തീരുമാനമെടുക്കുമെന്നും ചെന്നിത്തല പറഞ്ഞു. രാഹുൽ മത്സരിച്ചില്ലെങ്കിലും വയനാട്ടിൽ തിരിച്ചടിയൊന്നും ഉണ്ടാകില്ലെന്നും ചെന്നിത്തല വ്യക്തമാക്കി.
അതുകൊണ്ടാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. കേരളത്തിൽ തിരിച്ചടിയൊന്നുമില്ല, ഞങ്ങളുടെ ആവശ്യം ഉന്നയിക്കുന്നത് ഞങ്ങൾക്ക് പറ്റില്ലേ? നമുക്ക് കൂടുതൽ ദിവസമായി, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇനിയിപ്പോ നാളെ യോഗം ചേരുന്നുള്ളൂ പറഞ്ഞു. അതുകൊണ്ട് പ്രവർത്തകർക്കിടയിൽ തന്നെ ആശയക്കുഴപ്പമുണ്ട്. അദ്ദേഹം വരുമോ? ഒരു ആശയക്കുഴപ്പം പ്രവർത്തകരുടെയിലില്ല. രാഹുൽ ഗാന്ധിയെ കേരളത്തിലേക്ക് കൊണ്ടുവന്നതിന്റെ ചാണക്യ ബുദ്ധിയുടെ ഉപജ്ഞാതാവാകാൻ നടന്നവർ ഓരോരുത്തരായി പറഞ്ഞത് വിഴുങ്ങുന്ന കാഴ്ചയാണ് ഇന്ന് കാണുന്നത്. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. PC ചാക്കോയുടെ പ്രതികരണം ഏതർത്ഥത്തിലാണെന്ന് അറിയില്ലെന്ന് ബെന്നി ബെഹനാൻ. കോൺഗ്രസിന് ക്ഷീണമുണ്ടാക്കുന്ന ഒരു പ്രതികരണം അദ്ദേഹം നടത്തുമെന്ന് വിശ്വസിക്കുന്നില്ല. സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് അണികൾക്കോ നേതാക്കൾക്കോ ആക്ഷേപമില്ല. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നത് സംബന്ധിച്ച് ആക്ഷേപങ്ങൾ നേരത്തെ ഉയർന്നിരുന്നുവെന്നും ബെന്നി ബെഹനാൻ കൊച്ചിയിൽ പ്രതികരിച്ചു. അദ്ദേഹം അങ്ങനെ ഒരു അദ്ദേഹം ഏറ്റവും കോൺഗ്രസിന് ഉത്തരവാദിത്തപ്പെട്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹം അങ്ങനെ കോൺഗ്രസിന് ഒരു ക്ഷീണമുണ്ടാകത്തക്ക രീതിയിലുള്ള അഭിപ്രായം അദ്ദേഹം പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ ഞാൻ മറ്റൊന്ന് പറയുന്നു, കോൺഗ്രസ് സ്ഥാനാർത്ഥി ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു അസംതൃപ്തിയും ഒരതിർത്തിയും കോൺഗ്രസ് അണികൾക്കില്ല, കോൺഗ്രസ് നേതാക്കന്മാർക്കില്ല. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ ലിസ്റ്റ് പുറത്തു വന്നപ്പോൾ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്. വെള്ളാപ്പള്ളിക്കെതിരെ ആലപ്പുഴയിൽ ആഞ്ഞടിച്ച് മുൻ KPCC പ്രസിഡന്റ് VM സുധീരൻ. നിലപാടുകളില്ലാത്ത നേതാവാണ് വെള്ളാപ്പള്ളിയെന്ന് VM സുധീരൻ. വെള്ളാപ്പള്ളി അധിക്ഷേപിച്ചതിൽ പ്രതിഷേധിച്ച് പത്രസമ്മേളനത്തിൽ നിന്ന് D സുഗതൻ ഇറങ്ങിപ്പോയി. തുടർന്ന് നാടകീയ രംഗങ്ങൾ. ഷാനിമോൾ ഉസ്മാന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ DCC ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. SNDP യോഗം ജനറൽ സെക്രട്ടറിക്കെതിരെ VM സുധീരൻ നടത്തിയ ആരോപണങ്ങളാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള D സുഗതനെ ചൊടിപ്പിച്ചത്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ഒരു വ്യക്തി ഇന്ന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഈ നാഴികയ്ക്ക് 40 വട്ടം അഭിപ്രായം മാറ്റിയും മറിച്ചും പറഞ്ഞ് സ്വയം വിശ്വാസ്യത സ്വയം നഷ്ടപ്പെടുത്തിയ ഒരാളാണ്. വെള്ളാപ്പള്ളിക്കെതിരെ VM സുധീരൻ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനിടയിലാണ് SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗം കൂടിയായിട്ടുള്ള D സുഗതൻ പത്രസമ്മേളനത്തിനിടയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അനവസരത്തിലാണ് VM സുധീരൻ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയതെന്നാണ് പിന്നീട് D സുഗതൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്ല, SNDPക്ക് വെള്ളാപ്പള്ളിക്കെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞാൽ അതിന് കൂടെ ഇരിക്കത്തില്ല. അത് വേണ്ടായിരുന്നു. ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് വേണ്ടായിരുന്നു. SNDP യോഗം ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പത്രസമ്മേളനം നടന്നാരായാലും അവിടെ ഇരിക്കില്ല. പിന്നീട് DCC യോഗത്തിൽ VM സുധീരൻ പൊട്ടിത്തെറിച്ചു. പാർട്ടിയിൽ യൂദാസുകളുണ്ടെന്നും പാർട്ടിയെ ഒറ്റുകൊടുക്കുന്ന യൂദാസുകളെ മാറ്റി നിർത്തണമെന്നുമാണ് VM സുധീരൻ പറഞ്ഞത്. CPMനെയും BJPയെയും സഹായിക്കുകയാണ് ഇക്കൂട്ടർ ചെയ്യുന്നതെന്നും VM സുധീരൻ പറഞ്ഞു. ഷാജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അമേഠിയിൽ തോൽവി ഭയന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി മറ്റു മണ്ഡലങ്ങൾ തേടുന്നതായി കേൾക്കുന്നുവെന്ന് BJP ദേശീയ വക്താവ് സാംബിത് പാത്ര. രാഹുലിന്റെ സ്വത്തുക്കളിൽ വൻ വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മത്സരിക്കുന്നത് എവിടെ നിന്നാണെന്ന് അറിയില്ല. എന്നാൽ രാഹുൽ എവിടെ മത്സരിച്ചാലും നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകുന്ന സ്വത്തുവിവരം സംബന്ധിച്ച സത്യവാങ്മൂലം രാജ്യം സൂക്ഷ്മ പരിശോധന നടത്തുമെന്നും സാംബിത് പാത്ര പറഞ്ഞു. जब वो पता नहीं वो कहां से लड़ेंगे. आज तो हमने देखा कि शायद अमेठी से भी जा सकते हैं, कहीं और जाने की प्लान कर रहे हैं, डरे हुए हैं. जहां से भी नॉमिनेशन भरेंगे हम एक टेलीस्कोपिक व्यू उनके नॉमिनेशन के ऊपर रखेंगे, क्योंकि जो खुलासा हम अभी करने वाले हैं वो बहुत गंभीर है. और ये सारे खुलासे कुछ तो हमने तथ्यों को मीडिया के माध्यम से, कुछ कोर्ट से और कुछ विसल ब्लोअर्स से लिए हैं और उसको कोलेट किया है. जो एफिडेविट राहुल गांधी जी ने 2004 में, 2009 में और 2014 में भरे थे. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കോൺഗ്രസിന്റെ കാപട്യം പുറത്തുവന്നെന്ന് CPIM പോൾ ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള. കോൺഗ്രസിന്റെ BJP വിരുദ്ധ നിലപാട് ന്യൂനപക്ഷങ്ങളെ കബളിപ്പിക്കാനെന്നും SRP. കേരളത്തിൽ UDF ഏത് സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാലും ആ സ്ഥാനാർത്ഥിയെ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനുള്ള കരുത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. എന്നാൽ ഈ സ്ഥാനാർത്ഥിത്വം ഒരു സന്ദേശം നൽകുന്നുണ്ട്. BJP അല്ല മുഖ്യ എതിരാളി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് മുഖ്യ എതിരാളി എന്ന സന്ദേശമാണ് ഈ സ്ഥാനാർത്ഥിത്വം നൽകുന്നത്. ഇതിന് വലിയ രാഷ്ട്രീയ മാനങ്ങളുണ്ട്. അതുമാത്രവുമല്ല, കോൺഗ്രസിൻ്റെ BJP വിരോധ നിലപാട് ന്യൂനപക്ഷ വോട്ടുകൾ നേടിയെടുക്കാനുള്ള ഒരു കപടതന്ത്രം മാത്രമാണെന്നും ഇത് തെളിയിക്കപ്പെടും. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രൻ മണ്ഡലത്തിൽ സ്വീകരണത്തോടുകൂടിയ പൊതുപ്രചാരണ പരിപാടി തുടങ്ങി. വ്യക്തികളെ നേരിൽ കണ്ട വോട്ട് അഭ്യർത്ഥന നടത്തി KP സതീഷ് ചന്ദ്രൻ 2 വട്ടം മണ്ഡലത്തിൽ പര്യടനം നടത്തി. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും BJP സ്ഥാനാർത്ഥി
രവീശ തന്ത്രിയും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി. കാസർഗോഡ് ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി KP സതീഷ് ചന്ദ്രന്റെ പൊതുസ്വീകരണ പരിപാടിയുടെ ഭാഗമായുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് കല്യാശ്ശേരി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് തുടക്കമായി. ആലക്കാട് നിന്ന് തുടങ്ങിയ സ്വീകരണ പരിപാടി വൈകിട്ട് അമ്പലപ്പുറത്താണ് സമാപിച്ചത്. പൊരിവെയിലും നൂറുകണക്കിന് ആളുകളാണ് സ്വീകരണ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ കാത്തുനിന്നത്. പടക്കം പൊട്ടിച്ചും വാദ്യമേളങ്ങളോടും കൂടി സതീഷ് ചന്ദ്രനെ എല്ലാ കേന്ദ്രങ്ങളിലും ജനങ്ങൾ ഊഷ്മളമായി സ്വീകരിച്ചു. ജനപ്രതിനിധിയാകാൻ അവസരം ലഭിച്ചാൽ താൻ ജനങ്ങൾക്കൊപ്പമുണ്ടാകുമെന്ന് സതീഷ് ചന്ദ്രൻ ജനങ്ങൾക്ക് വാഗ്ദാനം നൽകി. ഒരു കാര്യം ഞാൻ പറയുന്നു, ഇപ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണ്. കാസർഗോഡിന്റെ ജനപ്രതിനിധി എന്ന സ്ഥാനം ജനങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഒരു സംശയമില്ല, ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടാക്കുന്നതിന് സത്യസന്ധമായും ആത്മാർത്ഥമായും നിർവഹിക്കാൻ ഞാൻ പരിശ്രമിക്കുമെന്ന് വിവിധ സ്വീകരണ യോഗങ്ങളിൽ LDF നേതാക്കളും പ്രസംഗിച്ചു. 3 ഘട്ടങ്ങളിലായാണ് മണ്ഡലത്തിൽ KP സതീഷ് ചന്ദ്രന്റെ പൊതു സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ഏപ്രിൽ 1 മുതൽ 20 വരെ സംസ്ഥാന ദേശീയ നേതാക്കളും പ്രചാരണത്തിനെത്തും. UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തൃക്കരിപ്പൂർ മണ്ഡലത്തിൽ ആദ്യവട്ട പര്യടനം പൂർത്തിയാക്കി. വിവിധ നിയമസഭാ മണ്ഡലങ്ങളിലെ കൺവെൻഷനുകളിലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. വ്യക്തികളെയും നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നു. BJP സ്ഥാനാർത്ഥി രവീശ തന്ത്രി മധൂർ ക്ഷേത്രം സന്ദർശിച്ചതിനു ശേഷമാണ് മണ്ഡലത്തിൽ പ്രചാരണ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത്. BJPയുടെ ആദ്യകാല നേതാക്കളുടെ വീടുകൾ അദ്ദേഹം സന്ദർശിച്ചു. വോട്ടർമാരെ നേരിൽ കണ്ടുള്ള വോട്ടഭ്യർത്ഥന നടത്തിവരികയാണ്. മണ്ഡലത്തിൽ 3ാം വട്ട പര്യടനത്തിലേക്ക് കടക്കുമ്പോൾ KP സതീഷ് ചന്ദ്രന് ആത്മവിശ്വാസമാണ്. മണ്ഡലത്തിൽ നിന്ന് ചരിത്ര വിജയം നേടാനാകുമെന്ന ആത്മവിശ്വാസം. ക്യാമറാമാൻ ഷൈജു ബ്രാത്രയ്ക്കൊപ്പം സണ്ണി ജോസഫ്. കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി PK ശ്രീമതി ടീച്ചറുടെ പൊതുപര്യടനത്തിന് ആവേശത്തുടക്കം. തുറന്ന വാഹനത്തിൽ അഴീക്കോട് മണ്ഡലത്തിലെ 3 നിരത്തിൽ നിന്നാണ് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള പൊതുപര്യടനം ആരംഭിച്ചത്. CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. ബാൻഡ് മേളത്തിന്റെയും ഇരുചക്ര വാഹന റാലിയുടെയും അകമ്പടിയിൽ തുറന്ന വാഹനത്തിലാണ് ശ്രീമതി ടീച്ചറുടെ പര്യടനം. വൻകുളത്ത് വയൽ, ചാലാട് ബാനു സ്മാരകം, കക്കാടങ്ങാടി, അത്താഴക്കുന്ന്, കണ്ണാടിപ്പറമ്പ് തെരു, നാറാത്ത് ടൗൺ, ബാലൻകിണർ എന്നിവിടങ്ങളിലായിരുന്നു ആദ്യ ദിവസത്തെ പൊതുപര്യടനം. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചുമാണ് പ്രവർത്തകർ സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഇന്ത്യയിൽ ഇടതുപക്ഷത്തിന്റെ കരുത്തു വർദ്ധിപ്പിക്കാൻ ഉതകുന്ന രീതിയിൽ കേരളത്തിൽ LDFന് ജനം വൻ വിജയം സമ്മാനിക്കുമെന്ന് പൊതുപര്യടനം ഉദ്ഘാടനം ചെയ്ത EP ജയരാജൻ പറഞ്ഞു. ഇന്ത്യയിൽ BJP ഇതിന് ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഇന്ത്യയിൽ ഇടതുപക്ഷ മതനിരപേക്ഷതാ ശക്തികൾ ശക്തി പ്രാപിക്കണം. എങ്കിൽ മാത്രമേ ഇന്ത്യക്ക് ഭാവി ഉണ്ടാകൂ. ഇടതുപക്ഷം ദുർബലപ്പെട്ടാൽ BJP അധികാരം പിടിക്കും. ഇടതുപക്ഷം ശക്തിപ്പെട്ടാൽ BJP അകറ്റി നിർത്തിക്കൊണ്ട് ഒരു BJP ഇതര ഗവൺമെന്റുകൾ, ജനാധിപത്യ ഗവൺമെന്റ് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ സാധിക്കും. തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ വൻ വിജയം ഉറപ്പിക്കുന്നതാണ് പര്യടനത്തിൽ ലഭിക്കുന്ന ആവേശകരമായ സ്വീകരണമെന്ന് ശ്രീമതി ടീച്ചർ പറഞ്ഞു. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ എല്ലാ വിഭാഗം ജനങ്ങളും നമ്മുടെ LDFനെ വരവേൽക്കുന്നതിന് വേണ്ടി എൻ്റെ സഹോദരിമാർ ഇത്രയധികം ആളുകൾ അവിടെ നിൽക്കുന്നത് കണ്ടില്ലേ. വീട്ടിൻ്റെ മുൻപിലേക്ക് വന്ന് നമ്മളെ സ്വീകരിക്കാൻ വേണ്ടി, അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തതുകൊണ്ട് വഴിനീളെ നമുക്ക് അവരെ സ്വീകരണം നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വളരെ സന്തോഷമുണ്ട്. കേരളത്തിൽ ബഹുജനങ്ങളാകെ ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നൂറുകണക്കിന് പേരാണ് ഓരോ കേന്ദ്രങ്ങളിലും ശ്രീമതി ടീച്ചറെ സ്വീകരിക്കാൻ എത്തിയത്. കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം M സന്തോഷ്. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 3 മരണം. പാറശാല ഐര സ്വദേശി കരുണാകരൻ, പയ്യന്നൂർ വെള്ളോറയിൽ സ്വദേശി നാരായണൻ, പത്തനംതിട്ട മാരാമണ്ണിൽ ഹോട്ടൽ ജീവനക്കാരനായ ഷാജഹാൻ എന്നിവരാണ് മരിച്ചത്. അതേസമയം വരും ദിവസങ്ങളിൽ 10 ജില്ലകളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി വരെ ഉയരാൻ സാധ്യത. ഈ മാസം 118 പേർക്ക് സൂര്യാഘാതമേറ്റതായും ജാഗ്രത പാലിക്കണമെന്നും ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് പലയിടത്തും ചൂട് കനക്കുകയാണ്. സൂര്യാഘാതത്തെ തുടർന്നാണ് പാറശാല ഐര സ്വദേശി കരുണാകരൻ മരിച്ചത്. വെള്ളരിവയലിൽ കണ്ടെത്തിയ മൃതദേഹത്തിൽ പൊള്ളലേറ്റ പാടുകളുണ്ട്. നെയ്യാറ്റിങ്കര കോടതിയിലെ ക്ലർക്കാണ് മരിച്ച കരുണാകരൻ. പയ്യന്നൂർ വെള്ളോറയിൽ ചെക്കിക്കുണ്ടിലെ നാരായണനും മരിച്ച നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തെ കാണാതായിരുന്നു. തുടർന്ന് നടത്തിയ തിരച്ചിലാണ് നാരായണനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ദേഹത്ത് പൊള്ളലേറ്റ പാടുകളുണ്ട്. എന്നാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം ഉറപ്പിക്കാനാവൂ. പുനലൂരിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനിറങ്ങിയ RSP പ്രവർത്തകനും പൊള്ളലേറ്റിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ എന്നീ ജില്ലകളിൽ താപനില 3 മുതൽ 4 ഡിഗ്രി വരെ ഉയർന്നേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.
കോൺഗ്രസ് വനിതാ നേതാവും DCC പ്രസിഡന്റുമായ ബിന്ദു കൃഷ്ണയ്ക്കെതിരെ പോക്സോ കേസെടുത്തു. ഓച്ചിറയിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്കൊപ്പം നിന്ന് ഫോട്ടോയെടുത്ത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചതിനെ തുടർന്നാണ് ഓച്ചിറ പോലീസ് പോക്സോ ചുമത്തിയത്. കോട്ടയം കാണക്കാരിയിൽ വയോധികയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. വാഴക്കാരയിൽ ചിന്നമ്മയാണ് മരിച്ചത്. ചിന്നമ്മയുടെ മകൻ ബിനുരാജിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കാണക്കാരി വിക്ടർ ജോർജ് റോഡിലെ വീട്ടുവളപ്പിൽ രാവിലെ 10 മണിയോടെയാണ് ചിന്നമ്മയുടെ മൃതദേഹം കണ്ടെത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത്. വീടിന് പുറകിലെ വാഴത്തോട്ടത്തിൽ കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. സംഭവസ്ഥലത്തെത്തിയ കുറവിലങ്ങാട് പോലീസ് ചിന്നമ്മയുടെ മകൻ ബിനുരാജിനെ കസ്റ്റഡിയിലെടുത്തു. നിരവധി തവണ ബിനുരാജ് ചിന്നമ്മയെ മർദ്ദിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിവിട്ട സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് സമീപവാസികൾ പ്രതികരിച്ചു. നമ്മൾ ഇവിടുന്ന് പോലീസ് വന്നപ്പോഴത്തേനാണ് നമ്മൾ അറിയുന്നത്. ഇപ്പം തന്നെ വിളിച്ച് പറഞ്ഞാന്നുള്ളതാണ്. പെങ്ങളെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ പോലീസിൽ അറിഞ്ഞ് അങ്ങനെയാണ് ഞങ്ങളിവിടെ വരുന്നത്. അല്ലെങ്കിൽ മരിച്ചു കിടപ്പുണ്ടെന്ന് പറയുന്നതാണ് അറിഞ്ഞ് നമ്മൾ ഇന്നലെ തന്നെ ഇവിടെ വന്നു. കുറച്ച് നേരമേ ഉള്ളൂ. എന്നാലാണ് നമ്മളിത് അറിയുന്നത്. സംശയം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് അമ്മയെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് മർദ്ദിച്ചൊക്കെ ആയിട്ട് നമ്മുടെ സ്റ്റേഷനിൽ തന്നെ കേസുകളുണ്ട്. കുറളങ്ങാട് 1-2 തവണ. അതിനകത്ത് ഞാനും ബന്ധപ്പെട്ടുള്ളതാണ്, മെമ്പറായിരുന്നപ്പോൾ. അങ്ങനെയുള്ള അറിവുകളുണ്ട്. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയത്തില്ല. അപ്പം പറഞ്ഞറിഞ്ഞുള്ള ആണ് വിവരങ്ങൾ ഇന്നത്തെ അറിയത്തുള്ളൂ. മുമ്പ് കേസുകൾ ഉണ്ടായിട്ടുണ്ട്. അമ്മേനെ മർദ്ദിച്ചായിട്ട് ഞങ്ങൾ തന്നെ ഇടപെട്ട് സംസാരിച്ച് കഴിഞ്ഞ് അമ്മേനെ തിരുവഞ്ചൂരൊക്കെ ആക്കിയതാണ് 2-3 തവണ. ഡോഗ് സ്ക്വാഡും ഫോറൻസിക് വിദഗ്ധരും സംഭവസ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. മൃതദേഹത്തിന് സമീപത്തുനിന്ന് കുപ്പിയിൽ നിറച്ച ദ്രാവകം കണ്ടെടുത്തു. മരണം കൊലപാതകമോ ആത്മഹത്യയോ എന്ന കാര്യത്തിൽ പോലീസ് സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോട്ടയം. അകാലത്തിൽ അന്തരിച്ച സുഹൃത്തിന്റെ ഓർമ്മയ്ക്കായി 90 ദിവസം കൊണ്ട് ബസ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കൾ. ഹൃദയാഘാതത്തെ തുടർന്ന് 32-ാം വയസ്സിൽ അന്തരിച്ച റോമി മാത്യുവിന്റെ സ്മരണയ്ക്കാണ് തൃശൂർ എളവൂർ സെന്റ് മേരീസ് പള്ളിയുടെ സമീപത്തായി റോമി മാത്യു മെമ്മോറിയൽ ബസ് ഷെൽട്ടർ സുഹൃത്തുക്കൾ സ്ഥാപിച്ചത്. എളവൂർ സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോസഫ് വളവിൽ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തു. റോമിയുടെ ജനങ്ങളോടുള്ള ഇടപെടൽ എന്നും ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായി റോമി മാത്യു ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങൾക്കാണ് ആരംഭം കുറിക്കുന്നതെന്ന് ഫൗണ്ടേഷൻ കോർഡിനേറ്ററും ജോയി ആലുക്കാസ് ഗ്രൂപ്പ് മാർക്കറ്റിംഗ് മാനേജറുമായ അനീഷ് വർഗീസ് പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ നിർമ്മൽ സി പാതാട്, വാർഡ് മെമ്പറും മറ്റ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തകരും ചടങ്ങിൽ പങ്കെടുത്തു.